ഞാൻ പറയാനുള്ളേ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ എനിക്ക്? പറയാനുണ്ടോ എനിക്ക്? എന്നാ പറ. എന്താ പറയാനുണ്ടല്ലോ? ഞാൻ പറയാനുള്ളേ ഞാൻ പറയാനുള്ളേ ഞാൻ ക്യാമറയിൽ നോക്കൂല. എനിക്ക് ക്യാമറ അത്ര ഇഷ്ടം. നോക്കും. കൊച്ചു എടുക്കനാ, കൊച്ചു നോക്കും. അപ്പം എല്ലാവരോടും എന്നാ വിശേഷം എന്ന് ചോദിച്ചേ. എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിച്ചേ. മഴയുണ്ടോയെന്ന് ചോദിച്ചേ. മഴയുണ്ടോയെന്ന് ചോദിച്ചേ. ചോദിക്കോ? എന്നെ ഇത്ര അന്തിച്ച് നോക്കുന്നേ? ആ പല്ലൊന്ന് കാണിച്ചു കൊടുത്തേ. കുഞ്ഞിപ്പല്ലൊന്ന് കാണിച്ചു കൊടുത്തേ. ഞാൻ കാണിച്ചു കൊടുക്കാം. കുഞ്ഞിപ്പല്ല് വന്നു അല്ലേ? ചേട്ടനാട്ടോ ഞങ്ങളുടെ കുഞ്ഞുണ്ണിച്ചേട്ടനാ. കുഞ്ഞുവാവയൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ കുഞ്ഞുവാവേനെ പോലെ കുഞ്ചിക്കൊന്നുമില്ല. പോവാട്ടോ. ഞങ്ങൾക്ക് താല്പര്യമൊക്കെ പോയി. ഞങ്ങൾ പോവുക. ജസ്റ്റ് ഒന്ന് ഇരുത്താന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നാണേ അല്ലേ? താല്പര്യമില്ല. എന്നാൽ പിന്നെ പോവാന്ന് പറഞ്ഞേരെ. ടാറ്റ കൊടുത്തേരെ. ടാറ്റ കൊടുത്തേരെ. പോവാന്ന് പറഞ്ഞേരെ. കൊച്ചു പോവാന്ന് പറഞ്ഞേരെ. കൊച്ചിന് ഇവിടെ വന്നിരുന്ന ചേച്ചിയുടെ ബുക്ക് എടുക്കണം, പേന എടുക്കണം, പല പരിപാടികളുണ്ടല്ലേ. ചേച്ചി ഇങ്ങ് വരുമ്പോൾ കിട്ടിക്കോളൂടാ നിനക്ക് കേട്ടോ. ചേച്ചി ഇങ്ങോട്ട് വരുമ്പോൾ ചെറുക്കനിട്ട് എന്നാ കുഞ്ഞോളെന്തേ? കൊച്ചിൻ്റെ കുഞ്ഞോൾക്ക് പനിയാന്ന് പറ. പനി പോവാട്ടോ. ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾ ചാടിപ്പോവാണ്. ഇതൊക്കെ എടുത്തു വെച്ചിട്ട് 2-3 ദിവസമായിട്ടോ. കുഞ്ഞോൾക്ക് പനിയായിരുന്നു. പനി കുറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയിൽ. പക്ഷേ നമ്മുടെ കുഞ്ഞിന് മൂത്തം ഓക്കെ ആയിരുന്നു കേട്ടോ. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലേ. നമ്മുടെ കുഞ്ഞിന് മൂത്തിനെ ഞാൻ എങ്ങനെയാണ് അവന് വിഷമമൊന്നും ഇല്ലാതെ പ്രാക്ടീസ് ചെയ്യിക്കുന്നതെന്നുള്ള കാഴ്ചയാണ് കേട്ടോ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. അവനെ ഞാൻ ദൂരെ കൊണ്ടിരുത്തുവേ. എന്നിട്ട് ഇങ്ങനെ ഇന്ന് നമ്മുടെ നന്ദു ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ കുഞ്ഞിപ്പെണ്ണോടാണെങ്കിലും പറയും കുറച്ച് ദൂരത്തിൽ എവിടെയെങ്കിലും പൊക്കത്തിൽ എവിടെയെങ്കിലും കയറി നിൽക്കാൻ പറയും, സേഫായിട്ടുള്ള സ്ഥലത്ത് കേട്ടോ. എന്നിട്ട് ഞാൻ കുഞ്ഞുണ്ണിക്കുട്ടനോട് അവരുടെ അടുത്തേക്ക് ചെല്ലാൻ പറയും കേട്ടോ. അപ്പോൾ ആൾ ദേ എത്രമാത്രം പരിശ്രമിക്കുന്നുണ്ടെന്ന് നോക്കിക്കേ. അപ്പോൾ ഇതൊന്നും വീഡിയോ ആയിട്ട് ഇടണ്ടെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ എടുത്തു വെച്ച സമയത്ത് എന്താ പറയുക, ഇടണോ വേണ്ടയോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു. കാരണം ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിയുമ്പോൾ കുഞ്ഞിനുമുത്തിന് എന്തെങ്കിലും ഒരു വയ്യായിക വരും എന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ എന്താണെന്നറിയോ, ഞാനിത് അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ എന്നെ കുഞ്ഞിനുമുത്തിന് വയ്യായിക വന്നു, പനി വന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇത് എൻ്റെ മാത്രം കുഴപ്പമാണോ, ഞാനാണല്ലോ ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. അപ്പോൾ ദൈവം വിചാരിച്ചിട്ടുണ്ടാവും നീ അങ്ങനെ ഇപ്പം അങ്ങോട്ട് സന്തോഷിക്കണ്ടെന്ന്. അപ്പോൾ അതേ പനി പിടിച്ച് കിടപ്പാണ് കേട്ടോ ഇപ്പോൾ ആൾ. ഈ ഒരു ആക്റ്റീവ് ഒന്നുമല്ല, ഇത്ര ആക്റ്റീവ് ഒന്നുമല്ല ഇപ്പോൾ ആൾ. ഇപ്പോൾ അതേ തീരെ വയ്യാണ്ട് കിടക്കുകയാണ്. ഇപ്പോൾ ഇന്നൊക്കെ ആയപ്പോഴത്തേനും കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടേ. നമ്മൾ ഈ ഹോമിയോ മരുന്നാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കുറയാനായിട്ട് കുറച്ച് താമസം എടുക്കും. പിന്നെ പണ്ടത്തെ പോലെ ടെൻഷനൊന്നും ഇല്ല കേട്ടോ, പനി വന്നാലോ ചൂട് കൂടിയാലോ ഒന്നും. കാരണം കുഞ്ഞിനുമൊത്ത് ഹോമിയോ മരുന്ന് കഴിക്കും. അത് 2 ദിവസം നമ്മളൊന്ന് എന്താ പറയുക, അവരെ ഒന്ന് കാമാൻ ക്വയറ്റാക്കി നിർത്തിയാൽ മതി, അസുഖമൊക്കെ കുറഞ്ഞോളുവേ. അപ്പോൾ ആളുടെ ആ ഒരു ശ്രമം കണ്ടല്ലോ അല്ലേ നിങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കുഞ്ഞിനുമുത്തിന് നല്ല നല്ല മാറ്റങ്ങളുണ്ടെന്നൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ മാറ്റങ്ങൾ. ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം ഒന്നും നമ്മൾ വീഡിയോ ആയിട്ട് എടുത്തൊന്നും വെച്ചിട്ടില്ല. പിന്നെ നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിങ്ങനെ ഒരു കണ്ടൻ്റാക്കി എടുക്കുക എന്നുള്ളതൊന്നും അല്ല. അതുകൊണ്ടാണ് നമ്മൾ പതുക്കെ ഈ ചാനലിലെ വീഡിയോ ഒക്കെ കുറച്ചത്. എന്നാലും കുഞ്ഞിനുമുത്തിനെ സ്നേഹിക്കുന്നവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അധികം പേരിലേക്കൊന്നും നമ്മുടെ വീഡിയോസ് ഒന്നും യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലൊന്നും ആക്റ്റീവല്ല. അപ്പോൾ നമ്മൾ കുഞ്ഞിനുമുത്തിനെ സ്നേഹിക്കുന്നവർ കുറച്ച് പേര് കാണും, ഇഷ്ടമല്ലാത്തവരും കുറച്ച് പേര് കാണും. അപ്പോൾ ഇഷ്ടമല്ലാത്തവർ നെഗറ്റീവ് വിചാരിക്കുമായിരിക്കും. എന്ത് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല, സ്നേഹിക്കുന്നവർ കാണട്ടെ അല്ലേ. ഇതൊക്കെ ഞാൻ അത്രമാത്രം കൊതിച്ച കാര്യങ്ങളാണ്. അതിലേക്കാണ് നമ്മൾ ഈ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കാതെ, നമ്മൾ അതിന് വേണ്ടി പ്രവർത്തിക്കാതെ ഒരു കാര്യം പോലും ഈ എന്താ പറയുക ഭൂമിയിൽ സാധ്യമാകില്ല. അതിൻ്റെ ഒരു തെളിവാണ് കേട്ടോ കുഞ്ഞിനുകുട്ടനെ പോലെയുള്ള മക്കളൊക്കെ. കാരണം നമ്മൾ അമ്മമാർ അവർക്ക് വേണ്ടി എത്രമാത്രം എഫേർട്ട് ഇടുന്നുണ്ട്, അല്ലേ, നമ്മൾ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് എന്താ പറയുക. അവരുടെ ആ ഓരോരോ ചെറിയ മാറ്റങ്ങൾ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം അതൊക്കെ നിങ്ങൾക്കും കാണുമ്പോൾ മനസ്സിലാവില്ല. കാരണം ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ കുഞ്ഞിനുമുത്തിൻ്റെ പഴയ അവസ്ഥയും ഇപ്പോഴുള്ള അവസ്ഥയൊക്കെ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഞാനില്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം നമ്മൾ അമ്മമാരുടെ കൈയില്ലാതെ അവർ ഒരിടത്തും എത്തില്ല കേട്ടോ. അതിപ്പോൾ ഒരു മക്കളാണെങ്കിലും ഒരിടത്തും എത്തില്ല. ഇപ്പോൾ സാധാരണ മക്കളാണെങ്കിലും ആരുടെയെങ്കിലുമൊക്കെ ഒരു പ്രയത്നം ഇല്ലാതെ അവർക്ക് എങ്ങും എത്താൻ പറ്റില്ല അല്ലേ. ദേ നോക്കിക്കേ, നമ്മുടെ അൻവിമുത്താണ് നമ്മുടെ കുഞ്ഞിനുമുത്തിൻ്റെ എല്ലാം. ആളെന്ത് കഴിച്ചാലും ചേട്ടന് കൊടുക്കാതെ കഴിക്കില്ല കേട്ടോ. അത് നമ്മൾ കുഞ്ഞിലേ തൊട്ടിങ്ങനെ ചേട്ടന് കൊടുക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കിപ്പോൾ കഴിക്കുമ്പോൾ തന്നെ അറിയാം ചേട്ടന് കൊടുക്കണം. നോക്കിക്കേ, ഒരമ്മയുടെ വാത്സല്യത്തോടു കൂടിയല്ലേ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് സന്തോഷമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ വീഡിയോ വലിയ ലെങ്ത്തായിട്ടൊന്നും നീട്ടിക്കൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയുക. ചിലപ്പോൾ കമൻറ്റ് ഓഫായിരിക്കും, കാരണം മക്കൾ മാത്രമുള്ളതുകൊണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ.
വീഡിയോ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ദേ ഈ സോഫ കവറിനെ പറ്റിയാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് വെച്ചേക്കാവേ. അപ്പോൾ ഇതേ മക്കളൊക്കെ ഉള്ളവർക്ക് ഒരുപാട് പ്രയോജനമാണ് കേട്ടോ. സോഫ പെട്ടെന്ന് അഴുക്കാവില്ല. അല്ലെങ്കിൽ നമ്മൾ വിരിച്ച് മടുക്കും അല്ലേ. ഇതിങ്ങനെ അങ്ങനെ തന്നെ ഇരുന്നോളൂ കേട്ടോ. ഇതിനുള്ളൊരു ചെറിയൊരു വെള്ള കളറിലുള്ള റോള് പോലെ സംഭവം വരുന്നുണ്ട്. അത് അതിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ തന്നെ അനങ്ങാതിരുന്നോളൂ. നമ്മുടെ കുഞ്ഞിപ്പെണ്ണ എന്തോ കൊണ്ടിട്ടേക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ അകത്തുനിന്ന് എനിക്ക് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവരിത് വാങ്ങുക. വാട്ടർ പ്രൂഫ് അല്ല, എന്നാലും നല്ല നീറ്റായിട്ടിരുന്നോളും. കളറാണെങ്കിൽ കുറച്ച് അത്ര സുഖമല്ല, എന്നാലും കുഴപ്പമില്ല. എനിക്ക് ചെളി ആവാതിരിക്കുക എന്നുള്ളതാണ് മെയിൻ. അല്ലെ പെട്ടെന്ന് അഴുക്കാവും. ആ നടുക്കുള്ളതിന് മാത്രം കിട്ടിയില്ല കേട്ടോ. അങ്ങനെയുള്ളതും ഉണ്ട്. അതിന് കുറച്ചും കൂടി പൈസ ആവുമേ. അപ്പോൾ ഞാൻ ലിങ്ക് ടാഗ് ചെയ്ത് വെച്ചേക്കാവേ. പിന്നെ കുഞ്ഞിനുമൊത്ത് ഊഞ്ഞാലാടി വന്ന് എപ്പോഴും അതിൻ്റെ കയ്യിലിങ്ങനെ ഇടിച്ചിടിച്ച് അതിൻ്റെ പെയിൻറ്റ് പോയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. നമുക്ക് എപ്പോഴും സോഫയൊക്കെ വാങ്ങിക്കുക, അല്ലെങ്കിൽ അതൊക്കെ എന്താ പറയുക മാറ്റിയെടുക്കുക എന്നൊക്കെ പറയുന്നത് പോസിബിൾ അല്ലല്ലോ. അപ്പോൾ ശരി കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാവേ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു കുഞ്ഞു ലോങ് വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ.